ഹായ്, ഇതാണ് മലയാറ്റൂർ പള്ളി. തോമാസ് ലീഹയുടെ നാമത്തിലുള്ള ഈ പള്ളി പെരിയാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂർ മല കയറാൻ എത്തുന്ന വിശ്വാസികൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മല കയറാൻ പോകുന്നത്. ഞാൻ പക്ഷേ മല കയറി കഴിഞ്ഞാണ് ഇവിടെ വന്നത്. അപ്പോഴേക്കും നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് പള്ളിയുടെ പുറത്തുനിന്നുള്ള വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ ടൈം ആയതുകൊണ്ട് തന്നെ അൾത്താരയും രൂപങ്ങളുമൊക്കെ വളരെ മനോഹരമായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ 2 പള്ളിയാണുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ പള്ളിയാണ്. ഒരേ സമയം ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ വലിയ വിസ്തൃതിയിൽ പണിതിരിക്കുന്ന പള്ളിയാണിത്. പള്ളിയുടെ ഈ അൾത്താരയിൽ വിശുദ്ധരുടെ ചിത്രങ്ങളും രൂപങ്ങളുമൊക്കെ വളരെ ഭംഗിയോടെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം. പഴമയും പുതുമയും ഒത്തുചേരുന്നൊരു സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് പഴയ പള്ളിയാണ്. അതിൻ്റെ ഫ്രണ്ടിലായി ഞാൻ ഒരു മനോഹരമായൊരു വിളക്ക് കണ്ടു. പിന്നെ തോമാസ് ലീഹായുടെ ഒരു രൂപവും. ഈ പള്ളിയുടെയും ഉൾവശം മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പള്ളി ഏകദേശം 9-ാം നൂറ്റാണ്ടിനോടടുത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ചെറുതാണെങ്കിലും വളരെ മനോഹരമായ ഒരു ദേവാലയമാണിത്. പഴമയുടെ സൗന്ദര്യം മുഴുവൻ നിലനിർത്തി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു അൾത്താര നമുക്കിവിടെ കാണാം. ഈ പള്ളിക്കുള്ളിലെ ഓരോ ഭാഗങ്ങളും എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സത്യത്തിൽ വലിയ പള്ളിയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ പള്ളിയുടെ ഉൾവശമാണ്. പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പള്ളി പഴയകാല വിശ്വാസികളുടെ പ്രാർത്ഥനകളോടൊപ്പം ചരിത്രത്തിൻ്റെ ഒരു സ്പന്ദനമായി ഇനിയും നിലനിൽക്കട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.